Hi, Fundamentals of System Software Network and DBMS യൂണിറ്റ് 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ TCP/IP നെറ്റ്വർക്ക് മോഡൽ പറഞ്ഞു. അതിൽ ഓരോ ലെയേഴ്സും അതിൻ്റെ ആപ്ലിക്കേഷൻസും അതെന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതും ഒരു പ്രോട്ടോകോൾസൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ മുകളിൽ ലിങ്കിൽ പോയിട്ട് അതൊന്ന് കാണാം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ എന്താണെന്ന് വെച്ചാൽ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കമ്മ്യൂണിക്കേഷൻ മീഡിയം. ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾസുകളും അതേപോലെ ഡിഫറെൻറ്റ് മോഡൽസ് നെറ്റ്വർക്ക് മോഡൽസും ഒക്കെ പറഞ്ഞില്ലേ, ഒരു സിസ്റ്റം വേറെ സിസ്റ്റമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആവശ്യമായ എന്തൊക്കെ മെത്തേഡുകളാണ്, എന്തൊക്കെ രീതിയിലാണ്, എന്തൊക്കെ പ്രോട്ടോകോൾസ് വേണം, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞാൽ അവസാനം ഫിസിക്കൽ ലെയറിൽ ഏറ്റവും താഴെ TCP/IP മോഡലാണെങ്കിലും OSI മോഡലാണെങ്കിലും ഏറ്റവും ലാസ്റ്റ് വരുന്ന ലെയർ, ഏറ്റവും താഴെ വരുന്ന ലെയർ എന്താണ്? ഫിസിക്കൽ ലെയറാണ്. ഫിസിക്കൽ ലെയറിന് നമ്മൾ എന്ത് ചെയ്യും? ത്രൂ ഫിസിക്കലി ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പം ഡാറ്റ ഫിസിക്കലി ട്രാൻസ്ഫർ ചെയ്യാൻ ഒരു മീഡിയം നമുക്ക് ആവശ്യമുണ്ട് അല്ലേ? ഒരു ഡാറ്റ ബിയിലേക്ക് സെൻഡ് ചെയ്യുകയാണെങ്കിൽ എന്ന് ബിയിലേക്ക് ഡാറ്റ പോകാൻ ഒരു മീഡിയം ആവശ്യമുണ്ട്. ആ കമ്മ്യൂണിക്കേഷൻ മീഡിയത്തിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ ഓർ ട്രാൻസ്മിഷൻ മീഡിയ? ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മീഡിയമാണ് എന്ത്? കമ്മ്യൂണിക്കേഷൻ മീഡിയം അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ മീഡിയ എന്ന് പറയുന്നത്. A transmission media is a communication channel that carries the information from sender to receiver. Data is transmitted through the electromagnetic signal. So സെൻഡറിൽ നിന്ന് റിസീവറിലേക്ക് ഡാറ്റ കൊണ്ടുപോകാൻ ആവശ്യമുള്ള ഒരു ട്രാൻസ്മിഷൻ മീഡിയ ആണ് എന്ത്? ഈ കമ്മ്യൂണിക്കേഷൻ മീഡിയ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ഡാറ്റ അല്ലെങ്കിൽ നമ്മൾ സെൻഡ് ചെയ്യാൻ പോകുന്ന ഡാറ്റ എന്ത് ഫോമിലായിരിക്കും? ഇറ്റ് ഈസ് ഇൻ ഇലക്ട്രോമാഗ്നറ്റിക്കൽ സിഗ്നൽ ഫോമിലായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ സെൻഡ് ചെയ്യുന്നത്. The main functionality of the transmission media is to carry the information in the form of bits through LAN, local area network. ഡാറ്റ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് ഒരു ഡാറ്റ നിങ്ങളൊരു പിക്ചർ ആണെങ്കിലും അല്ലെങ്കിൽ വോയിസ് ആണെങ്കിലും മൂവി ആണെങ്കിലും എന്താണെങ്കിലും അത് സെൻഡ് ചെയ്യുമ്പം എന്ത് ഫോമിലാണ് സെൻഡ് ചെയ്യുക? ഇൻ ദ ഫോം ഓഫ് ബിറ്റ്സ്. അപ്പോൾ ബിറ്റ്സ് ആയിട്ട് ഡാറ്റ സെൻഡ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയ ആണ് എന്ത്? കമ്മ്യൂണിക്കേഷൻ മീഡിയ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. It is a physical path between transmitter and receiver in data communication. So data communication സെൻഡറും റിസീവറും തമ്മിലുള്ള ഒരു ഫിസിക്കൽ പാത്ത് അല്ലേ, അവർക്കിടയിൽ ഫിസിക്കൽ പാത്ത് ഉണ്ട്. അതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡാറ്റ ഇൻ ആൻഡ് ഔട്ട് പോകുന്നത്. ആ പാത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, കമ്മ്യൂണിക്കേഷൻ മീഡിയ എന്ന് പറയുന്നത്. സോ ഇൻ എ കോപ്പർ ബേസ്ഡ് നെറ്റ്വർക്ക് ദ ബിറ്റ് ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രിക്കൽ സിഗ്നൽ, അതായത് നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മീഡിയം കോപ്പർ ബേസ്ഡ് നെറ്റ്വർക്ക് ആണെന്ന് വിചാരിക്കുക. അതായത് കോആക്സിയൽ കേബിൾ, ട്വിസ്റ്റഡ് പെയർ കേബിളൊക്കെ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ ഡാറ്റ എന്ത് ഫോമിലായിരിക്കും എന്നാണ് പറയുന്നത്? ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രിക്കൽ സിഗ്നൽ. കാരണം കോപ്പറിലൂടെ നമ്മൾ ഇലക്ട്രിക്കൽ സിഗ്നൽ സുഖമായിട്ട് പാസ് ചെയ്യാൻ പറ്റും. സോ കോപ്പർ ബേസ്ഡ് മീഡിയ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ സെൻഡ് ചെയ്യുന്ന ഡാറ്റയും അവിടെ എന്ത് ഫോമിലായിരിക്കും? ഇലക്ട്രിക്കൽ ഫോമിലായിരിക്കും. ഇലക്ട്രിക്കൽ സിഗ്നൽ ഫോമിൽ ആയിരിക്കും നമ്മളെ ഡാറ്റ ഉണ്ടാവുക. അതേസമയം ഫൈബർ ഒപ്റ്റിക്സ് ആണ് സെൻഡ് ചെയ്യുന്നതെങ്കിലോ, അല്ലെ? ഫൈബർ ഒപ്റ്റിക്സ്, അങ്ങനെ ഫൈബർ ഒപ്റ്റിക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. ആ കേബിൾ വെച്ച് സെൻഡ് ചെയ്യുകയാണെങ്കിൽ ഡാറ്റ എന്ത് ഫോമിലായിരിക്കും ഉണ്ടാവുക? ഇൻ ദ ഫോം ഓഫ് ലൈറ്റ് പൾസ്. ലൈറ്റ് പൾസുകളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, OFCയിലൊക്കെ നമ്മൾ ഡാറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇതിൻ്റെ ഫോർമാറ്റ്, ഡാറ്റൻ്റെ ഫോർമാറ്റാണ്. സോ ദ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ക്വാളിറ്റി ഓഫ് ഡാറ്റ ട്രാൻസ്മിഷൻ ആർ ഡിറ്റർമൈൻഡ് ബൈ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മീഡിയം ആൻഡ് സിഗ്നൽ. നമ്മൾ ഡാറ്റ അയക്കുമ്പം അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ പ്രോപ്പർട്ടി ഒക്കെ എന്തിനു ഡിപ്പെൻഡ് ചെയ്യും? നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സെൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മീഡിയത്തിനെയും അതേപോലെ സിഗ്നൽ എന്ത് സിഗ്നലായിട്ടാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത് അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുക, ഇതിൻ്റെ ഡാറ്റ ക്വാളിറ്റി ഉണ്ടാവുക. ദ ട്രാൻസ്മിഷൻ മീഡിയ ഈസ് ഓഫ് 2 types. ദേ ആർ വയേർഡ് മീഡിയ ആൻഡ് വയർലെസ് മീഡിയ. കേട്ടിട്ടുണ്ടാവില്ലേ നിങ്ങൾ? വയേർഡ് മീഡിയ. സോ ദർ ഷുഡ് ബി എ വയേർഡ് കണക്ഷൻ ഫ്രം സെൻഡർ ടു റിസീവർ. അങ്ങനെയാണെങ്കിൽ അതിന് ആ ടൈപ്പ് ഓഫ് ട്രാൻസ്മിഷൻ മീഡിയത്തിന് നമ്മൾ എന്ത് പറയും? വയേർഡ് മീഡിയ എന്ന് പറയും. അല്ലെങ്കിൽ വേറൊരു പേരാണ് എന്ത്? ഗൈഡഡ് മീഡിയ. Guided media. And if there is no physical wiring exists between sender and receiver, സെൻഡറിനും റിസീവറിൻ്റെ ഇടയ്ക്ക് ഒരു ഡയറക്റ്റ് വയർഡ് കണക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് വയർലെസ് മീഡിയ ഓർ അൺഗൈഡഡ് മീഡിയ എന്ന് പറയും. സോ വയർഡ് മീഡിയ ആൻഡ് വയർലെസ് മീഡിയ ഓർ അതർ നെയിം ആണെന്ത്? ഗൈഡഡ് മീഡിയ ആൻഡ് അൺഗൈഡഡ് മീഡിയ. സാധാരണ യൂസ് ചെയ്യുന്ന വേർഡ് ഗൈഡഡ് മീഡിയ, അതേപോലെ അൺഗൈഡഡ് മീഡിയ എന്നുള്ളതാണ്. ഓക്കെ, ഇൻ വയർഡ് മീഡിയ മീഡിയം ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. വയറിലൂടെയാണ് നമ്മൾ ഡാറ്റ അയക്കുന്നതെങ്കിൽ ആ വയറിൻ്റെ പ്രോപ്പർട്ടി നമുക്ക് എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ സ്പീഡും അതിൻ്റെ ഡാറ്റ ട്രാൻസ്ഫറിങ് റേറ്റും ഒക്കെ നമ്മൾ എന്തിനു ചെയ്യും? ഡാറ്റ ട്രാൻസ്ഫറിങ്ങിന് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഇൻ വയർലെസ് മീഡിയ
സിഗ്നൽ ക്യാരക്ടറിസ്റ്റിക്സ് ആർ മോർ ഇമ്പോർട്ടൻറ്റ്. സോ വയർഡ് അല്ല, ത്രൂ എയറിലൂടെ നമ്മൾ സെൻഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്താണ് ഇമ്പോർട്ടൻറ്റ്, നമ്മൾ എങ്ങനെയാണ് ഡാറ്റ സെൻഡ് ചെയ്യുന്നത്, അതേപോലെ സിഗ്നലിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് എന്ത് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അങ്ങനെയാണ് അതിൻ്റെ ക്വാളിറ്റി നിർണ്ണയിക്കുന്നത്. ഓക്കെ, വയർഡ് ആണെങ്കിൽ വയറിൻ്റെ പ്രോപ്പർട്ടി നന്നാവണം, നല്ല ഡാറ്റ ട്രാൻസ്ഫറിങ് നല്ല ഇമ്പ്രൂവ്ഡ് ആവുള്ളൂ. അതേപോലെ വയർലെസ് ആണെങ്കിൽ അവിടെ ഡാറ്റ ട്രാൻസ്ഫറിങ് ഇമ്പ്രൂവ്ഡ് ആണെങ്കിൽ എന്ത് വേണം, അതിൻ്റെ സിഗ്നൽ പ്രോപ്പർട്ടീസ് നമ്മൾ കാര്യമായിട്ട് വർക്ക് ചെയ്യണം. ഓക്കെ, different transmission media have different properties such as bandwidth, delay, cost and ease of installation and maintenance. നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് മീഡിയ നമ്മൾ ഡിസ്കസ് ചെയ്യും, അതിനൊക്കെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൻ്റെ ബാൻഡ് വിഡ്ത്ത്, അറ്റ് ടൈമിൽ എത്ര ഡാറ്റ കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളത്, ഡിലേ എത്ര ഡിലേ സമയം എടുക്കുന്നുണ്ട്, അതിൻ്റെ കോസ്റ്റ്, അതിൻ്റെ ഇൻസ്റ്റാളേഷൻ പ്രൊസീജിയർ ഈസി ആണോ ഡിഫിക്കൽട്ട് ആണോ എന്നുള്ളത്, അതേപോലെ മെയിൻ്റെനൻസ് പാർട്ട്, ഇങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയം ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടി, അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ നോക്കുന്നത് ഈ പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ്. The transmission media is available in the lowest layer of the OSI referred model, that is physical layer. So ഈ ട്രാൻസ്മിഷൻ മീഡിയം ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഫിസിക്കൽ ലെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത്. ഇൻ TCP/IP മോഡലാണെങ്കിലും OSI മോഡലാണെങ്കിലും. സോ ഫിസിക്കൽ ലെയറുമായിട്ടാണ് ട്രാൻസ്മിഷൻ മീഡിയ ബന്ധപ്പെട്ട് കിടക്കുന്നത്. കാരണം ഫിസിക്കലി ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്, ഫിസിക്കൽ ലെയർ വെച്ചിട്ടാണ്, ത്രൂ ഫിസിക്കൽ മീഡിയം ഓർ വയർലെസ് മീഡിയം. സോ നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസ്മിഷൻ മീഡിയ. ഒരുപാട് ടൈപ്പ് ഓഫ് ട്രാൻസ്മിഷൻ മീഡിയ ഉണ്ട് പറഞ്ഞു, അതിൽ വയർഡും വയർലെസ്സും നമ്മൾ പറഞ്ഞു. അതിൻ്റെ കാറ്റഗറീസും എക്സാമ്പിൾസും ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ അതിന് ട്രാൻസ്മിഷൻ മീഡിയ വി ക്യാൻ ഡിവൈഡഡ് ഇൻ ടു സബ് ടൈപ്പ്. ഗൈഡഡ് മീഡിയ, ദാറ്റ് ഈസ് വയേർഡ് മീഡിയ ആണ് ഗൈഡഡ് മീഡിയ എന്ന് പറയുന്നത്. ദെൻ വയർലെസ് മീഡിയ ആണ് എന്ത് അൺഗൈഡഡ് മീഡിയ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഗൈഡഡ് മീഡിയ നമ്മൾ അഗെയിൻ പാർട്ടീഷൻഡ് ഇൻ ടു 3 ടൈപ്സ് മെയിൻലി: കോയാക്സിയൽ കേബിൾ, ഫൈബർ ഒപ്റ്റിക്സ്, ട്വിസ്റ്റഡ് പെയർ കേബിൾ. സോ ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറയുന്നത് ഓരോന്ന് എക്സാമ്പിൾ എടുത്തിട്ട്. ഇതിന് കോയാക്സിയലിൽ നമ്മൾ ഫർദർ ഡിവൈഡ് ഇൻ ടു ബേസ് ബാൻഡ് ആൻഡ് ബ്രോഡ് ബാൻഡ്. ബേസ് ബാൻഡ് പറഞ്ഞാൽ ഒരു ബാൻഡ് മാത്രം സെൻഡ് ചെയ്യാൻ പറ്റും. ബ്രോഡ് ബാൻഡ് എന്നാൽ ഡിഫറെൻറ്റ് ബാൻഡ് വിഡ്ത്തുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റ് എ ടൈമിൽ സെൻഡ് ചെയ്യാൻ പറ്റും. ദെൻ ഫൈബർ ഒപ്റ്റിക്സ്. ദെൻ ട്വിസ്റ്റഡ് പെയറിൽ നമുക്ക് എന്തുണ്ട്, 2 ടൈപ്സ് ആർ ദർ, അൺഷീൽഡഡും ഷീൽഡഡും. അതെന്താ നമുക്ക് ആ പർട്ടിക്കുലർ ഭാഗത്ത് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. ദെൻ അൺഗൈഡഡ് മീഡിയയിലേക്ക് വരുമ്പോൾ അവിടെ 3 കാറ്റഗറീസ് ആണുള്ളത്: റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ് വേവ്സ്. ഓരോന്നും എന്താണെന്ന് നമ്മൾ പറയും. അപ്പം ഈ കാറ്റഗറീസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയാണ് ഇന്ന് നമുക്ക് ഇനി ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ട്രാൻസ്മിഷൻ മീഡിയ എന്തൊക്കെയാണെന്നുള്ളതും അതിൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ. ഷുവർലി ഒരു essay ക്വസ്റ്റ്യൻ ഒക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നൊരു ഭാഗമാണ് ഈ ഒരു ചോയ്സ്. ഈസിയാണ്, പ്രത്യേകിച്ച് ഫിസിക്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും കൂടെ ക്ലിയർ ആണ്, ഒന്നും കൂടെ ഈസി ആയിരിക്കും. സോ സംതിങ് മോർ റിലേറ്റഡ് ടു ഫിസിക്സ്. So guided media, it is defined as the physical medium through which the signal are transmitted. It is also known as bounded media. So it is a സെൻറ്ററിൽ നിന്ന് റിസീവറിലേക്ക് അവിടെ എന്തുണ്ടാവും, ഒരു ഫിസിക്കൽ മീഡിയം, ഒരു ഫിസിക്കൽ വയർഡ് എന്തെങ്കിലും സാധനം കണക്ഷൻസ് ഉണ്ടാവും എവിടെ, സെൻറ്ററിൻ്റെയും റിസീവറിൻ്റെയും എടുക്കുക. അങ്ങനെയുള്ള ഡാറ്റ ട്രാൻസ്മിഷനാണ് നമ്മൾ എന്ത് പറയുക, ഗൈഡഡ് മീഡിയ ഡാറ്റ ട്രാൻസ്മിഷൻ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. ദർ ഷുഡ് ബി എ എസ്റ്റാബ്ലിഷ്ഡ് കണക്ഷൻ ബിറ്റ്വീൻ സെൻറ്റർ ആൻഡ് റിസീവർ. So type of guided media, there are 3 types. First one, twisted pair cables. Twisted pair is a physical medium made up of pair of cable twisted with each other. നമ്മളൊരു 2 കേബിൾ എടുത്തിട്ട് എന്ത് ചെയ്യും, ട്വിസ്റ്റ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി വെക്കുന്നതിന് എന്താ പറയുക, ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്ന് പറയുന്നത്. സോ എ ട്വിസ്റ്റഡ് പെയർ കേബിൾ ഈസ് ചീപ്പ് ആസ് കമ്പയർഡ് ടു അതർ ട്രാൻസ്മിഷൻ മീഡിയം. സോ ഏറ്റവും ചീപ്പസ്റ്റ് ട്രാൻസ്മിഷൻ മീഡിയം ആണ് എന്ത്, ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്ന് പറയുന്നത്. Installation of the twisted pair cable is easy and it is lightweight cable. So ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ ഈസി ആണ്, നമുക്ക് ഫിക്സ് ചെയ്യാനൊക്കെ സുഖമാണ്. ദെൻ ഇറ്റ് ഈസ് ലൈറ്റ് വെയിറ്റ് ആണ്, വെയിറ്റ് കുറവാണ്. ദ ഫ്രീക്വൻസി റേഞ്ച് ഓഫ് twisted pair cable is from 0 to 3.5 kHz. ഇതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് എന്താണ്, കുറവാണ് കമ്പയർഡ് ടു അതർ മീഡിയം. 0 to 3.5 kHz മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡാറ്റ ട്രാൻസ്ഫറിങ് റേറ്റ് കിട്ടുന്നുള്ളൂ, ഫ്രീക്വൻസി റേഞ്ച് ആയി കിട്ടുന്നുള്ളൂ. A twisted pair consists of 2 insulating copper wire arranged in a regular spiral pattern. ഒരു 2 കോപ്പർ കേബിൾസ് ഉണ്ടാകും, അത് നമ്മൾ എന്ത് ചെയ്യും, ട്വിസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പൈറൽ ചെയ്തിട്ട് പോകുന്നതിന് എന്താ പറയുക, ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്ന് പറയുക. തൊട്ടടുത്ത ഫിഗർ കാണാം നിങ്ങൾക്ക്. സോ ട്വിസ്റ്റഡ് പെയറിൻ്റെ ഫിഗറാണിത്. സോ 2 വയർ കാണാം, ഈ ബ്ലൂയിലും പിങ്കിലും കാണുന്നതാണ് 2 വയേഴ്സ്. അപ്പം ഈ 2 വയർ നമ്മൾ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വെക്കും. സോ
അതിനൊരു ഇൻസുലേഷൻ ഉണ്ടാകും. സാധാരണ വയർ പോലെ തന്നെയാണ് ഇതെന്താണ് ഒരു കണ്ടക്റ്റീവ് മീഡിയം. എൻഡിൽ കാണുന്ന മൗസ് പോയിൻ്റർ കാണുന്നുണ്ടാവും നിങ്ങൾ, ഇതൊരു കണ്ടക്റ്റീവ് മീഡിയമാണ്. സോ ഈ കാണുന്ന ഷെയ്ഡ് എന്താണ്, ജാക്കറ്റ്, അതിൻ്റെ പുറത്തുള്ള കവറിങ് ആണത്. എക്സ്റ്റേണൽ ഡാമേജ് ഒന്നും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു കവറിങ് ആണ് ഈ കാണുന്ന ഭാഗം. ദെൻ 2 കേബിൾസ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വെച്ചിട്ട്, ഇതാണ് ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്ന് പറയുന്നത്. സോ ട്വിസ്റ്റഡ് പെയറിന് നമുക്ക് 2 കാറ്റഗറി ഉണ്ടെന്ന് പറഞ്ഞു. അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയറും ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയറും. എന്താണെന്ന് നോക്കാം നമുക്ക്. ടൈപ്സ് ഓഫ് ട്വിസ്റ്റഡ് പെയർ ആണ്. ആദ്യത്തെ എന്താണ്, അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ. An unshielded twisted pair is widely used in telecommunication. Following are the categories of the unshielded twisted pair cable. Category 1. ഒരുപാട് 5 കാറ്റഗറീസ് ഉണ്ട്. ആ കാറ്റഗറീസ് നോക്കാം. കാറ്റഗറി 1 ഈസ് യൂസ് ഇൻ ടെലിഫോൺ ലൈൻ ദാറ്റ് ഈസ് ലോ സ്പീഡ് ഡാറ്റ. സ്പീഡ് കുറവുള്ള സ്ഥലത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ ആണ് എന്ത്, കാറ്റഗറി 1 എന്ന് പറയുന്നത്. കാറ്റഗറി 2, ഇറ്റ് ക്യാൻ ബി സപ്പോർട്ട് അപ് ടു 4 Mbps. സോ 4 Mbps വരെ സപ്പോർട്ട് ചെയ്യുന്ന ടൈപ്പിന് എന്താ പറയുക, കാറ്റഗറി 2 അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ എന്ന് പറയുന്നത്. ദെൻ കാറ്റഗറി 3 മീൻസ് ഇറ്റ് ക്യാൻ സപ്പോർട്ട് അപ് ടു 16 Mbps, megabyte per second. And category 4, it support up to 20 Mbps. Therefore, it can be used for long distance communication. നമുക്ക് long distance communication ഒക്കെ ഉപയോഗിക്കുന്ന അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ കാറ്റഗറി എത്രയാണ്, 4 ആണ്. ആൻഡ് സ്പീഡ് ഈസ് 20 megabyte per second. And category 5, it can support up to 200 Mbps. സോ ഡാറ്റ ട്രാൻസ്ഫറിങ് സ്പീഡാണ് ഈ പറയുന്നത്. മാക്സിമം സ്പീഡ് എത്ര വരുന്നുള്ളൂ, 200 Mbps സ്പീഡിലാണ് എന്ത് ചെയ്യുന്നത് ഈ അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സ്പീഡ്. ദെൻ അഡ്വാൻറ്റേജ് ഓഫ് അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾസ്, ഇറ്റ് ഈസ് ചീപ്പ് ഓഫ് കോഴ്സ്. അതിൻ്റെ പ്രൈസ് വളരെ കുറവാണ്, നമുക്ക് ഈസി ആയിട്ട് അത് ആക്സസ് ചെയ്യാൻ പറ്റും എല്ലാവർക്കും. ഇൻസ്റ്റാളേഷൻ ഓഫ് ദി അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ ഈസ് ഈസി. സോ നമുക്ക് ഈസി ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും, ഒക്കെ ഈസിയാണ്. ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഹൈ സ്പീഡ് ലാൻ. സോ കാറ്റഗറി 5 ഒക്കെ ആണെങ്കിൽ 200 Mbps വരെ ഉണ്ട്. സോ ഹൈ സ്പീഡ് ലാനിന് നമുക്ക് എന്ത് ചെയ്യും, ഈ കേബിൾ ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സാധനം, ഫോണിൻ്റെ കേബിൾ. ആൻഡ് ഡിസഡ്വാൻറ്റേജസ്, ദിസ് കേബിൾ ക്യാൻ ഓൺലി ബി യൂസ്ഡ് ഫോർ ഷോർട്ടർ ഡിസ്റ്റൻസ് ബിക്കോസ് ഓഫ് അറ്റന്വേഷൻ. സോ യൂഷ്വലി ഇതിൻ്റെ അറ്റന്വേഷൻ കൂടുതലാണ്. അത് അറ്റന്വേഷൻ എന്താണെന്ന് അറിയാം അല്ലേ, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്ത് പോകുമ്പം അതിൻ്റെ സിഗ്നലിൽ ഉണ്ടാകുന്ന കുറവിൽ ഒരു ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. ഒരു കുറഞ്ഞു പോവുക സിഗ്നലിൻ്റെ പവർ, അതിനെയാണ് നമ്മൾ അറ്റന്വേഷൻ എന്ന് പറയുന്നത്. പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ. സോ ഇതിൻ്റെ അറ്റന്വേഷൻ കൂടുതലായതുകൊണ്ട് തന്നെ ഒരുപാട് ദൂരം ഇത് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ, ഡാറ്റ ട്വിസ്റ്റഡ് പെയർ കേബിളോടെ വിടുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഡാറ്റയ്ക്ക് അറ്റന്വേഷൻ സംബന്ധിച്ച് എൻഡ് സൈഡിൽ എത്തുമ്പം അതിൽ ഡാറ്റ വളരെ വീക്കായി പോകും, സിഗ്നൽ വീക്കായി പോകും. സോ യൂഷ്വലി ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഷോർട്ടർ ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ. ദെൻ ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ, ട്വിസ്റ്റഡ് പെയറിൽ രണ്ടാമത്തെ കാറ്റഗറിയാണ് എന്ത്, ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ. എന്തെന്ന് നോക്കാം. ഇറ്റ് കണ്ടെയ്ൻ എ മെഷ് സറൗണ്ടഡ് ദ വയർ ദാറ്റ് അലോ എ ഹയർ ട്രാൻസ്മിഷൻ റേറ്റ്. ഒരു ചെറിയ മെഷ് കൂടെ ഉണ്ടാവും. അതായത് ട്വിസ്റ്റഡ് പെയർ കേബിളിന് ചുറ്റും ഒരു കോട്ടിംഗ് കൂടെ ഉണ്ടാവും, മെഷ് കോട്ടിംഗ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യും, ഒന്നും കൂടെ ട്രാൻസ്മിഷൻ സ്പീഡ് കൂട്ടാൻ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ പ്രോപ്പർട്ടീസ് ഓഫ് ഷീൽഡഡ് പെയർ കേബിൾസ്. The cost of the shield twisted pair cable is not very high and not very low. So ഒരു മോഡറേറ്റ് പ്രൈസ് ആണ് എന്ത്, ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ ഉള്ളത്. വളരെ കൂടുതലും അല്ല കുറവും അല്ല. അതായത് നോർമൽ അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയറിനെക്കാട്ടിലും എന്തായിരിക്കും ഇതിൻ്റെ ഡാറ്റ ഇതിൻ്റെ കോസ്റ്റ് കൂടുതലായിരിക്കും. കമ്പയറിംഗ് ടു അതർ ടൈപ്സ് ഓഫ് ഗൈഡഡ് മീഡിയ, പ്രൈസ് ഈസ് ലെസ്സർ. An installation of shielded twisted pair STP is easy. So നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റാളേഷൻ, അതായത് യൂസ് ചെയ്യാനൊക്കെ സുഖമാണ്. It has higher capacity as compared to unshielded twisted pair cable. Unshielded twisted pair cable ആയിട്ട് കമ്പയർ ചെയ്യുമ്പം കപ്പാസിറ്റി അല്ലെങ്കിൽ ഡാറ്റ ട്രാൻസ്ഫറിങ് റേറ്റ് എന്താണ് ഇതിന് കൂടുതലാണ്. It has a higher attenuation. നമുക്ക് കുറച്ചും കൂടെ അറ്റന്വേഷൻ കൂടുതലാണ് ഇതിന്. It is shielded that provide the higher data transmission rate. ഷീൽഡ് ഒരു പുറമേ പറഞ്ഞ ഒരു മെഷീൻ്റെ ഷീൽഡ് എന്ന് പറഞ്ഞു ഒരു കവചമുണ്ട്. അതുള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡാറ്റ ട്രാൻസ്മിഷൻ റേറ്റ് എന്താണ്, അൺഷീൽഡിനെക്കാട്ടിലും കുറച്ച് കൂടുതലാണ്. ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് കൂടുതലാണ്. സോ വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ്? ഇറ്റ് ഈസ് മോർ എക്സ്പെൻസീവ് ആസ് കമ്പയർഡ് ടു UTP. UTP മീൻസ് അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ ആൻഡ് കോആക്സിയൽ കേബിൾ. കോആക്സിയൽ കേബിൾ ആണ് തൊട്ടടുത്ത കാറ്റഗറിയാണ്. അതിനെക്കാട്ടിലും എന്താണ് ഇതിന് പ്രൈസ് കൂടുതലാണ്. ഓക്കെ.
Then it has a higher attenuation rate. ഇതിൻ്റെ അറ്റന്വേഷൻ റേറ്റ് എന്താണ്, കൂടുതലാണ്. മീൻസ് പെട്ടെന്ന് ഡാറ്റ ദൂരത്തേക്ക്, അതായത് ഡിസ്റ്റൻസിലേക്ക് അയക്കുമ്പോൾ എന്ത് ചെയ്യും, പെട്ടെന്ന് ഡാറ്റൻ്റെ പവർ കുറഞ്ഞ് വീക്കായി പോകും, സിഗ്നൽ വീക്കായി പോകും. ദെൻ രണ്ടാമത്തെ ഗൈഡഡ് മീഡിയക്ക് എക്സാമ്പിളാണ് എന്ത്, കോയാക്സിയൽ കേബിൾസ്. കോയാക്സിയൽ കേബിൾ ഈസ് വെരി കോമൺലി യൂസ്ഡ് ട്രാൻസ്മിഷൻ മീഡിയ. ഫോർ എക്സാമ്പിൾ TV വയർ ഈസ് യൂഷ്വലി കോയാക്സിയൽ കേബിൾ. നിങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ഈ കേബിൾ TV ഇല്ലേ, കേരള വിഷൻ പോലെയുള്ളതിൻ്റെയൊക്കെ ഇപ്പം അവരും ഓഫീസിലേക്കോ മാറുന്നുണ്ട്. അതിന് മുമ്പൊക്കെ ഉപയോഗിക്കുന്ന കേബിളൊക്കെ എന്താണ്, ഈ കോയാക്സിയൽ കേബിൾസ് ആണ്. The name of the cable is coaxial as it is containing two conducting parallel to each other. അത് കോയാക്സിയൽ എന്ന് വരാൻ കാരണം രണ്ട് പാരലൽ ആയിട്ട് രണ്ട് കണ്ടക്ടേഴ്സ് ഉണ്ട്, അതിന് നടുക്ക് ഒരു ഇൻസുലേറ്ററും. ഫിഗർ കാണിക്കാൻ ഞാൻ എങ്ങനെയാണെന്നുള്ളത്, അതുകൊണ്ടാണ് അതിനെ കോയാക്സിയൽ എന്ന് പറയാൻ കാരണം. ഇറ്റ് ഹാസ് ഹയർ ഫ്രീക്വൻസി ആസ് കമ്പയർഡ് ടു ട്വിസ്റ്റഡ് പെയർ കേബിൾ. ട്വിസ്റ്റഡ് പെയർ കേബിളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്പീഡ് കൂടുതലാണ്, ഫ്രീക്വൻസി കൂടുതലാണ്. The inner conductor of a coaxial cable is made up of copper and the outer conductor is made up of copper mesh. The middle core is made up of non-conducting cover that separate the inner conducting from outer conductor. So അതായത് ഇതിൻ്റെ ഷേപ്പാണ് പറയുന്നത്. ഒരു ഫിഗർ കാണാം, രണ്ട് പാരലായിട്ടാന്ന് പറഞ്ഞില്ല, ഇന്നർ ഒരു കണ്ടക്റ്റിങ്ങും ഔട്ടർ കണ്ടക്റ്റിങ് രണ്ടെണ്ണം ഉണ്ട്. അതിൻ്റെ രണ്ടിൻ്റെയും ഇടക്ക് എന്തുണ്ട്, ഒരു നോൺ കണ്ടക്റ്റിംഗ് മെറ്റീരിയലും ഉണ്ട്, കവറുണ്ട്. ഫിഗർ കാണിക്കാൻ ഞാൻ അതിൻ്റെ. The middle core is responsible for data transferring, whereas the copper mesh prevent from EMI, electromagnetic induction. So മിഡിലെ ഇതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. രണ്ട് കണ്ടക്റ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ മിഡിലൂടെ എന്ത് ചെയ്യും, മിഡിലെ കോറിലൂടെ, മിഡിലുള്ള കണ്ടക്റ്റിംഗ് കോറിലൂടെ ഡാറ്റ പോവും. ഏറ്റവും ഔട്ടറിലുള്ള ഷീൽഡ് എന്തിനാണ്, പ്രിവെൻറ്റ് ഫ്രം EMI, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസിൽ നിന്ന് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ, പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് EMI നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുന്നത്, ഔട്ടർ ഷീൽഡ് അല്ലെങ്കിൽ കോപ്പർ മെഷ് ഉപയോഗിക്കുന്നത്. ഫിഗറിൽ കാണിക്കാതെ എവിടെയാണ് വരുന്നത്. സോ ഇങ്ങനെയാണ് അത് വരുന്നത്. ഇതാണ് ഷീൽഡ്. ഇത് ഇപ്പം ഈ മൗസ് പോയിൻ്റ് കാണുന്നത് ഒരു കണ്ടക്റ്റിംഗ് ആണ്. അതേപോലെ ഇതും എന്താണ്, സെൻട്രൽ കണ്ടക്ടർ, ഈ ചെറുത്. ഇതിലൂടെ നമ്മൾ ഡാറ്റ പോകുന്നുണ്ട്. ഇത് ഫ്രം പ്രൊട്ടക്റ്റിംഗ് ഫ്രം EMI, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നൊക്കെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഈ സാധനം ഉപയോഗിക്കുന്നത്. ഈ രണ്ടിൻ്റെയും ഇടക്കായിട്ട് എന്ത് വരും, ഒരു ഇൻസുലേറ്റർ. സോ ഇതിങ്ങനെ സൈഡിൽ നോക്കുമ്പം ഒരു സെൻട്രൽ ഒരു റൗണ്ട്, അത് സെൻട്രൽ കണ്ടക്ടർ, അതിന് ചുറ്റിലും ഇൻസുലേറ്റർ വരും, പിന്നെ അതിന് ചുറ്റിലും ഈ ഷീൽഡ് വരും. ഓക്കെ, ഒരു കേബിൾ, റൗണ്ട് ഷേപ്പ് കേബിളാണ്, ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. സോ കോയാക്സിയൽ കേബിൾ ഓഫ് ടു ടൈപ്സ്. ദർ ആർ ടു ടൈപ്സ് ഓഫ് കോയാക്സിയൽ കേബിൾസ്. വൺ, ബേസ് ബാൻഡ് ട്രാൻസ്മിഷൻ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി പ്രോസസ് ഓഫ് ട്രാൻസ്മിറ്റിംഗ് എ സിംഗിൾ സിഗ്നൽ അറ്റ് ഹൈ സ്പീഡ്. ബേസ് ബാൻഡ് പറഞ്ഞാൽ ഒരു സിഗ്നൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡാറ്റ ഇതിലൂടെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ വിത്ത് ഹൈ സ്പീഡ്. Broadband transmission, it is defined as the process of transmitting multiple signals simultaneously. ഒരേ സമയം ബ്രോഡ്ബാൻഡ് ട്രാൻസ്മിഷൻ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടിപ്പിൾ സിഗ്നൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരേ സമയം ഇതിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ബ്രോഡ്ബാൻഡ് ട്രാൻസ്മിഷൻ. സോ രണ്ട് ടൈപ്പാണ് കോയാക്സിയലും, കോയാക്സിയൽ കേബിൾസ്, ബേസ് ബാൻഡ് ട്രാൻസ്മിഷനും ബ്രോഡ്ബാൻഡും. ബേസ് ബാൻഡ് പറഞ്ഞാൽ ഒരു സിഗ്നൽ മാത്രം, ബ്രോഡ്ബാൻഡ് എന്നാൽ മൾട്ടിപ്പിൾ സിഗ്നൽ സൈമിൾട്ടേനിയസ്ലി. ദെൻ കോയാക്സിയൽ കേബിളിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്, the data can be transmitted at high speed, so data rate, transferring rate എന്താണ്, ഹൈ ആണ്. It has a better shield as compared to twisted pair cable. Twisted pair cable കമ്പയർ ചെയ്യുമ്പം ഒരു ഷീൽഡിംഗ് ഉണ്ട്. So it protect from EMI. It provide higher bandwidth, so bandwidth കൂടുതലാണ്, so data transfer rate കൂടുതലാണ് സ്വാഭാവികമായിട്ടും. And disadvantages of coaxial cables, it is more expensive as compared to twisted pair cable. Twisted pair cable ആയിട്ട് കമ്പയർ ചെയ്യുമ്പം എക്സ്പെൻസ് കൂടുതലാണ് അതിന്. ആൻഡ് ഇഫ് എനി ഫോൾട്ട് ഒക്കറൻസ് ദ കേബിൾ കോസസ് ദ ഫെയിലിയർ ഇൻ ദ എൻ്റയർ നെറ്റ്വർക്ക്. സോ എവിടെയെങ്കിലും കേബിൾ കട്ടായാലും എന്ത് ചെയ്യും, ആ എൻ്റയർ നെറ്റ്വർക്ക് അത് എന്തായി പോകും, ബ്രേക്ക് ആയി പോകും. ദെൻ ഗൈഡഡ് മീഡിയൻ്റെ മൂന്നാമത്തെ എക്സാമ്പിളാണ് എന്ത്, ഫൈബർ ഒപ്റ്റിക്സ്. കേട്ടിട്ടുണ്ടാവും നിങ്ങളെല്ലാം അല്ലേ, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എന്ന് പറയുന്നത്. അവിടെ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിളൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ, ഫിസിക്സ് ആണ്, അറിയേണ്ടതാണ്. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ, അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിളൊക്കെ നിങ്ങൾക്ക് അറിയാം, അതിലേക്കൊന്നും അത് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഓക്കെ, fiber optic cable is fiber optic cable is a cable that uses electrical signal for communication. Fiber optics is a cable that hold the optical fiber coated in plastic that are used to send data by pulse of light. So ഇവിടെ ഡാറ്റ നമ്മൾ എന്ത് ഫോമിലാണ് അയക്കുന്നത്, പൾസ് ഓഫ് ലൈറ്റ്, ലൈറ്റ് പൾസ് ആണ്. ഡാറ്റ നമ്മൾ എന്തായിട്ടാണ് അയക്കുന്നത്, ലൈറ്റ് പൾസുകളായിട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ OFC കേബിളിൻ്റെ ഉള്ളിൽ കൂടെ അയക്കുന്നത്, using the principle of total internal reflection. The plastic coating protected
the plastic coating protects the optical fiber from heat, cold, electromagnetic interference from other type of wiring. So ഏറ്റവും ഉള്ളിലൊരു ഒപ്റ്റിക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ ഒരു ഒപ്റ്റിക്കൽ ഫൈബർ ഉണ്ട്, അതിൻ്റെ ചുറ്റും ഒരു കോട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. ആ കോട്ടിങ് നമുക്ക് എന്തിനാണ് പറയുന്നത്? സോ പ്രൊട്ടക്ട് ഫ്രം ഹീറ്റ്, പുറത്തുനിന്നുള്ള ഹീറ്റ്, അതുപോലെ കോൾഡ്, അതുപോലെ ബാക്കിയുള്ള സിഗ്നലിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യും, പ്രൊട്ടക്ഷൻ കിട്ടും ഈ പ്രൊട്ടക്റ്റിംഗ് പ്ലാസ്റ്റിക് കോട്ട് വെച്ചുള്ളതുകൊണ്ട്. ഇതിൻ്റെ ഫിഗർ കാണുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും എന്താണ് പ്ലാസ്റ്റിക് കോട്ടിംഗ് എന്ന് പറയുന്നത്. തൊട്ടടുത്ത സ്ലൈഡ് കാണിക്കും ഞാൻ. ഫൈബർ ഒപ്റ്റിക്സ് പ്രൊവൈഡ് ഫാസ്റ്റ് ഡാറ്റ ട്രാൻസ്മിഷൻ ദാൻ കോപ്പർ വയേഴ്സ്. സോ തൊട്ട് മുമ്പ് പറഞ്ഞ കോയാക്സിയൽ കേബിൾ ആണെങ്കിലും അതുപോലെ ട്വിസ്റ്റഡ് പെയർ കേബിൾ ആണെങ്കിലും അതിനെക്കാട്ടിലൊക്കെ ഫാസ്റ്ററായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന മീഡിയമാണ് എന്ത്, ഫൈബർ ഒപ്റ്റിക് എന്ന് പറയുന്നത്. ദെൻ ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ഫൈബർ ഒപ്റ്റിക് കേബിളാണ്. അതിൻ്റെ ഒരു പിക്ചർ കാണാം നിങ്ങൾക്ക്. സോ ഇതാണ് ഒരു എക്സ്റ്റേണൽ ജാക്കറ്റ്, ഇത് സൈഡ് വ്യൂ ആണ്. ക്ലാഡിങ്, ഈ ക്ലാഡിങ് ആണ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞത്, ഇറ്റ് പ്രൊട്ടക്ട് ഫ്രം ഹീറ്റ് ആൻഡ് ഓൾ അതർ തിങ്സ് എന്ന് പറയുന്നത്. ദെൻ കോർ, ഇതിലൂടെയാണ് നമ്മൾ ഈ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇതാണ് ഇങ്ങനെ ഒരു വയർ, ഈ കേബിൾ നേരെ പിടിച്ചുള്ള എൻഡ് വ്യൂ ആണ്. ഇതാണ് ഇതിൻ്റെ ഈ സെപ്പം മൗസ് പോയിൻ്റുള്ളതാണ് എന്ത്, കോർ എന്ന് പറയുന്നത്. ഈ ഭാഗമാണ് ഇതിൻ്റെ ക്ലാഡിങ് ആൻഡ് ദിസ് ഈസ് ജാക്കറ്റ്. ഇതിലൂടെയാണ് ലൈറ്റ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്നുള്ള പ്രോപ്പർട്ടി വെച്ചിട്ട് വർക്ക് ചെയ്യുന്നത് ഈ കോറിൻ്റെ അകത്ത് കൂടെ. ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ പ്രൊട്ടക്ഷത്തിനും കാര്യത്തിനും വേണ്ടിയിട്ടാണ്. Core, the optical fiber consists of narrow strand of light or plastic known as core. ഗ്ലാസിൻ്റെ ആവാം, പ്ലാസ്റ്റിക്കിൻ്റെ ആവാം, അതിനെയാണ് എന്ത് പറയുക, ഈ ഭാഗത്തിനാണ് കോർ എന്ന് പറയുന്നത്. എ കോർ ഈസ് എ ലൈറ്റ് ട്രാൻസ്മിഷൻ ഏരിയ ഓഫ് ദ ഫൈബർ. സോ അതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ സെൻഡ് ചെയ്യേണ്ട സിഗ്നൽ ലൈറ്റ് പൾസ് ആയിട്ട് സെൻഡ് ചെയ്യുന്നത്. ദ മോർ ദ ഏരിയ ഓഫ് ദ കോർ, ദ മോർ ലൈറ്റ് വിൽ ബി ട്രാൻസ്മിറ്റഡ് ഇൻ ടു ദ ഫൈബർ. ഏരിയ കൂടുമ്പോൾ അതിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്ന ലൈറ്റിൻ്റെ റേറ്റും എന്ത് ചെയ്യും, കൂടും. ദെൻ ക്ലാഡിങ്, ഈ രണ്ടാമത്തെ ഭാഗം. The concentric layer of glass is known as cladding. The main functionality of the cladding is to provide the lower in refractive index at the core interface as to cause the reflection within the core so that the light wave is transmitted through the fiber. നമ്മൾ ആ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്നുള്ള പ്രോപ്പർട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മെയിൻ പ്രോപ്പർട്ടി, ആ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്നുള്ള ആ ഒരു പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്യണം ഇൻസൈഡ് കോർ. അതിനു വേണ്ടി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ക്ലാഡിങ് ഉണ്ടാക്കുന്നത്. സോ ഇതിലൂടെ ഡാറ്റ നമ്മൾ എന്ത് ചെയ്യും, പാസ് ചെയ്യുമ്പം ഇത് ഇവിടെ റിഫ്ലക്ഷനാണ്, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനായിട്ട് എന്ത് ചെയ്യും, ഡാറ്റ ലോങ് ഡിസ്റ്റൻസിലേക്ക് നമുക്ക് പോകാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ദെൻ ജാക്കറ്റ്, ദി ഔട്ടർ ലെയർ ആണ് എന്ത്, ജാക്കറ്റ് എന്ന് പറയുന്നത്. To protect, the protective coating consists of plastic is known as jacket. The main purpose of jacket is preserve the fiber strength, absorb shock and extra fiber protection. നമുക്ക് പ്രൊട്ടക്ഷൻ, ഈ ഇതിൻ്റെ അകത്തൂടെ പോകുന്ന സിഗ്നലിന് പ്രൊട്ടക്ഷൻ കൊടുക്കാനും അത് ഡാമേജ് ഒന്നും ഇല്ലാതെ പോകാനും വേണ്ടിയിട്ടാണ് ഈ പുറത്തുള്ള ജാക്കറ്റ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ. അഡ്വാൻറ്റേജസ്, ഇൻക്രീസ്ഡ് കപ്പാസിറ്റി ആൻഡ് ബാൻഡ് വിഡ്ത്ത്. ലൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇൻ ദ ഫോം ഓഫ് ലൈറ്റ്. സോ കപ്പാസിറ്റി അതേപോലെ ബാൻഡ് വിഡ്ത്ത് ഒക്കെ കൂടുതലാണ്. ലൈറ്റ് വെയ്റ്റ്, ഈ ഒരു ഇതിന് ലൈറ്റ് വെയ്റ്റ് കുറവാണ്. ലെസ് സിഗ്നൽ അറ്റന്വേഷൻ കുറവാണ്, അതായത് ലോങ് ഡിസ്റ്റൻസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിഗ്നൽ വീക്ക് ആവാതെ സെൻഡ് ചെയ്യാൻ പറ്റും. ഇമ്മ്യൂൺ ടു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസുമായിട്ട് അത് ഇമ്മ്യൂണാണ്, അതിനെ പ്രൊട്ടക്റ്റ്, അതിനെ ചെറുക്കാനുള്ള കഴിവാർക്കുണ്ട് ഈ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനുണ്ട്. റെസിസ്റ്റൻസ് ടു കൊറസീവ് മെറ്റീരിയൽ ബാക്കിയുള്ള കൊറസീവ് മെറ്റീരിയലിൽ നിന്ന് ഇതിൻ്റെ പ്രൊട്ടക്ഷൻ, ഡാറ്റ ട്രാൻസ്ഫറിങ് റൈറ്റിംഗ് അല്ലെങ്കിൽ ഡാറ്റ ട്രാൻസ്ഫറിങ് മെത്തേഡിനെ അല്ലെങ്കിൽ അതിൻ്റെ മോഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാറുണ്ട്, റെസിസ്റ്റ് ചെയ്യും അത്. ആൻഡ് ഡിസഡ്വാൻറ്റേജസ്, ഡിഫിക്കൽട്ട് ടു ഇൻസ്റ്റാൾ ആൻഡ് മെയിൻറ്റെയിൻ. സോ ബാക്കിയുള്ളതെല്ലാം നമുക്ക് കോപ്പർ വയർ വെച്ചിട്ടായിരുന്നു ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ സുഖമായിരുന്നു, മെയിൻറ്റെയിൻ ചെയ്യാൻ സുഖമാണ്. പക്ഷേ ഇവിടെ നമ്മൾ എന്താണ്, അകത്ത് ഗ്ലാസിൻ്റെ ഇതിൻ്റെയൊക്കെ പീസുകളാണ് അല്ലേ, ചെറിയ ഗ്ലാസ് ട്യൂബാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഫൈബറിൻ്റെ ട്യൂബാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെന്താണ്, അത് ഇൻസ്റ്റാളേഷൻ അതേപോലെ അതിൻ്റെ മെയിൻ്റെനൻസ് ഒക്കെ എന്താണ് കുറച്ച് ഡിഫിക്കൽട്ടാണ്. കോസ്റ്റ്, ഓഫ് കോഴ്സ് ഹൈ കോസ്റ്റ് ആണ് എന്ത് OFC കേബിളിന്. ഇറ്റ് ഈസ് യൂണി ഡയറക്ഷനിലാണ്, ഒരു ഭാഗത്തേക്ക് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ട് ഭാഗത്തേക്ക് സെൻഡ് ചെയ്യാൻ നമുക്ക് എന്ത് വേണ്ടി വരും, 2 കേബിൾസ് വേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഗൈഡഡ് മീഡിയയ്ക്ക് എക്സാമ്പിൾസ് ആയിട്ടുള്ളത്.
ഓക്കെ, ട്വിസ്റ്റഡ് പെയർ കേബിളും കോആക്സിയൽ കേബിളും OFC ഒപ്റ്റിക്കൽ ഫൈബർ കേബിളും. ഇനി നമുക്ക് അൺഗൈഡഡ് മീഡിയാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നേരത്തെ 2 കാറ്റഗറി പറഞ്ഞാൽ ഗൈഡഡ് മീഡിയ അവിടെ കഴിഞ്ഞു. ഇനിയുള്ളത് എന്താണ്? അൺഗൈഡഡ് മീഡിയ ആണ്. An unguided transmission transmits the electromagnetic wave without using any physical medium. Therefore, it is known as wireless transmission. നമ്മൾ ഫിസിക്കലി ഒരു മീഡിയം ഉണ്ടാവില്ല സെൻറ്ററിൻ്റെയും റിസീവറിൻ്റെയും ഇടയ്ക്ക്. നമ്മൾ ത്രൂ എയർ എന്ത് ചെയ്യുകയാണ്? ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അങ്ങനത്തെ ട്രാൻസ്മിഷൻ മീഡിയത്തിനാണ് എന്ത് പറയുക? അൺഗൈഡഡ് മീഡിയ എന്ന് പറയുന്നത്. സോ ഇതിന് നമ്മൾ ഓൾസോ എന്തും പറയും? വയർലെസ് ഡാറ്റ ട്രാൻസ്മിഷൻ എന്നും ഇതിന് പറയാറുണ്ട്. In unguided media, air is the medium through which the electromagnetic energy can flow easily. So air ആണ് ഇവിടെ എന്ത്? മീഡിയമായിട്ട് നമ്മൾ ഡാറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഫീച്ചേഴ്സ്: സിഗ്നൽ ഈസ് ബ്രോഡ്കാസ്റ്റഡ് ത്രൂ എയർ. സോ എയറിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്. ലെസ് സെക്യൂർ, ഓഫ് കോഴ്സ് അത് എയറിലൂടെ വരുമ്പം ആർക്ക് വേണമെങ്കിലും ഈ ഡാറ്റ എന്ത് ചെയ്യാൻ പറ്റും? ക്യാച്ച് ചെയ്യാൻ പറ്റും. ഒരു ആൻറ്റിനെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഡാറ്റ ഈസി ആയിട്ട് കിട്ടും. സോ സെക്യൂരിറ്റി കുറവാണ്. യൂസ്ഡ് ഫോർ ലാർജർ ഡിസ്റ്റൻസ്, ഒരുപാട് ഏരിയയിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കുക? ഈ അൺഗൈഡഡ് മീഡിയ ആണ്. കാരണം അവിടെ വയർഡ് ട്രാൻസ്മിഷന് കുറച്ച് എക്സ്പെൻസീവ് ആണല്ലേ. വയർ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതിന് ഒരുപാട് കോസ്റ്റ് ഉണ്ട്. അതൊന്നും ഉണ്ടാവില്ല ഇവിടെ. There are 3 major types of unguided media. 3 types are there. റേഡിയോ വേവ്സ് കേട്ടിട്ടുണ്ടാവും, മൈക്രോവേവ്സ് കേട്ടിട്ടുണ്ടാവും അല്ലേ, നമ്മൾ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത്. ദെൻ ഇൻഫ്രാറെഡ് ഷോർട്ട് റേഞ്ച് കമ്മ്യൂണിക്കേഷൻ, TV റിമോട്ട് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്. സോ ഇങ്ങനെ 3 ടൈപ്പാണ് അൺഗൈഡഡ് മീഡിയ വരുന്നത്. അതെന്തൊക്കെയാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം നമുക്ക്. സോ ഫസ്റ്റ് വൺ, റേഡിയോ വേവ്സ്. Radio wave are the electromagnetic wave that are transmitted in all the direction of free space. നമ്മൾ ഒരു ആൻറ്റിന വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റേഡിയോ സിഗ്നൽസ് അയക്കാൻ പറ്റും. അപ്പം FM റേഡിയോസ് ഒക്കെ അല്ലേ, അവിടെ സ്റ്റേഷനിൽ നിന്ന് ജസ്റ്റ് എന്ത് ചെയ്യും? ഒരു ആൻറ്റിന വഴി നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുക ചെയ്യുന്നത്. അത് എല്ലാ ഭാഗത്തേക്കും എന്ത് ചെയ്യും? ഒരുപോലെ പോകുന്നുണ്ട് ത്രൂ എയർ. റേഡിയോ വേവ്സ് ആർ ഒമ്നി ഡയറക്ഷണൽ, i.e. സിഗ്നൽ ആർ പ്രൊപ്പഗേറ്റഡ് ഇൻ ഓൾ ഡയറക്ഷൻ. ദാറ്റ് മീൻസ് ഒമ്നി ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ പോകുന്നതിനാണ് പറയുക. സോ ഇറ്റ് ഈസ് ഒമ്നി ഡയറക്ഷനിലാണ്. ദ റേഞ്ച് ഓഫ് ഫ്രീക്വൻസി ഓഫ് റേഡിയോ വേവ്സ് ഫ്രം 3 kHz to 1 kHz. ഇതിൻ്റെ റേഡിയോ റേഞ്ച് ആണ് അതിന് പറയുന്നത്. ഇൻ ദ കേസ് ഓഫ് റേഡിയോ വേവ്സ്, ദ സെൻഡിങ് ആൻഡ് റിസീവിങ് ആൻറ്റിന ആർ നോട്ട് അലൈൻഡ്. ദാറ്റ് മീൻസ് the wave sent by a sending antenna can be received by a receiving antenna. ഏതെങ്കിലും അതായത് ഒരു റേഡിയോ കമ്മ്യൂണിക്കേഷൻ നമ്മൾ വേണ്ടി ഉപയോഗിക്കുമ്പം 2 ആൻറ്റിന ഉണ്ടാവില്ല, ഒന്ന് സെൻറ്റർ സൈഡിലും മറ്റൊന്ന് റിസീവർ സൈഡിലും. അത് രണ്ടും അലൈൻഡ് ആയിരിക്കണം എന്നില്ല, അതായത് നേരെ ഒരു ഡയറക്ഷനിൽ തന്നെ ആയിരിക്കണം എന്നൊന്നുമില്ല. അത് എങ്ങനെ വേണമെങ്കിലും ഒരു ആൻറ്റിന ഉണ്ടായാൽ മതി. റിസീവർ സൈഡിലൊരു ആൻറ്റിനയും സെൻറ്റർ സൈഡിലൊരു ആൻറ്റിന ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കാൻ പറ്റും. കാരണം ഇങ്ങനെ പറയാൻ കാരണം തൊട്ടടുത്ത മൈക്രോവേവിനൊക്കെ നമുക്ക് എന്ത് വേണം? അലൈൻഡ് ആയിരിക്കണം. അതുകൊണ്ടാണ്. ആൻ എക്സാമ്പിൾ ഓഫ് ദി റേഡിയോ വേവ് ഈസ് FM റേഡിയോ. സോ FM റേഡിയോ നിങ്ങൾക്ക് അറിയാം അല്ലേ, ഒരു ആൻറ്റിന നമ്മളെ കാറിലൊക്കെ ഉണ്ടാവും അല്ലേ, കാറിൽ ചെറിയൊരു ആൻറ്റിന ഉണ്ടാവും, മറ്റേ FM സ്റ്റേഷൻ്റെ അവിടെയും ഇതുണ്ടാവും ഒരു ആൻറ്റിന ഉണ്ടാവും. അത് നമ്മളൊരു അലൈൻമെൻറ്റ് ഒന്നുമില്ല, അവരെന്ത് ചെയ്യും? അവർ ഒമ്നി ഡയറക്ഷനിൽ എല്ലാ ഡയറക്ഷനിലേക്കും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യും. നമ്മളൊരു ആൻറ്റിന വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവരെ സിഗ്നൽ നമ്മൾ ക്യാച്ച് ചെയ്യും. അതാണ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ. സോ ആപ്ലിക്കേഷൻ ഓഫ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ. A radio wave is useful for multicasting when there is one sender and many receiver. ഒരു സെൻറ്ററും ഒരുപാട് റിസീവർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റും അല്ലേ. FM റേഡിയോ ഒക്കെ നമുക്കറിയാം, ഒരു സമയത്ത് എന്ത് ചെയ്യും? ഒരുപാട് ആൾക്കാർ കേൾക്കുന്നുണ്ട്. സോ മൾട്ടി കാസ്റ്റിംഗ് ആണത്. ആൻഡ് FM റേഡിയോ, ടെലിവിഷൻ, കോർഡ്ലെസ് ഫോൺ ആർ ഓൾസോ എക്സാമ്പിൾസ് ഓഫ് റേഡിയോ വേവ്സ്. സോ അഡ്വാൻറ്റേജസ് ഓഫ് റേഡിയോ ട്രാൻസ്മിഷൻ. Radio transmission is mainly used for wide area network and mobile cellular phone. കുറച്ച് അധികം ഏരിയയിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം? മൾട്ടി കാസ്റ്റിംഗ് ചെയ്യണമെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക? സാധാരണ ഈ റേഡിയോ വേവ്സ് ഉപയോഗിക്കുക. കാരണം ലോങ് റേഞ്ച് ആണത്. റേഡിയോ വേവ്സ് കവർ എ ലാർജ് ഏരിയ ആൻഡ് ദേ ക്യാൻ പെനിട്രേറ്റ് ദ വാൾസ്. സോ നമ്മൾ വീടിൻ്റെ അകത്തൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? റേഡിയോ സിഗ്നൽ കിട്ടാറുണ്ട് അല്ലേ. സോ ഇറ്റ് പെനിട്രേറ്റിംഗ് വാൾസ്, അതിൻ്റെ സിഗ്നൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ നമ്മുടെ വീടിൻ്റെ ഒക്കെ ചുമര് പെനിട്രേറ്റ് ചെയ്ത് അകത്ത് കിടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്തിന്? ഈ റേഡിയോ വേവ്സിനുണ്ട്. റേഡിയോ ട്രാൻസ്മിഷൻ പ്രൊവൈഡ് എ ഹയർ ട്രാൻസ്മിഷൻ റേറ്റ്. ഡാറ്റ ട്രാൻസ്ഫറിങ് റേറ്റ് കൂടുതലാണ് എന്തിൽ? ഈ റേഡിയോ വേവ് ട്രാൻസ്മിഷനിൽ. ദെൻ രണ്ടാമത്തെ അൺഗൈഡഡ് മീഡിയക്ക് എക്സാമ്പിളാണ് എന്ത്? മൈക്രോവേവ്സ്.
അതായത് നിങ്ങൾ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത്. It is a line of sight transmission. That means the sending and receiving antennas need to be properly aligned with each other. അതായത് ലൈൻ ഓഫ് സൈറ്റ്, അതായത് രണ്ട് ആൻറ്റിന വെച്ചിട്ട് നമ്മൾ ഡാറ്റ കൈമാറുകയാണെങ്കിൽ, മൈക്രോവേവ് കൈമാറുകയാണെങ്കിൽ ഈ രണ്ട് ആൻറ്റിനും തമ്മിൽ ഒരു നേർരേഖ വരച്ചാൽ എന്ത് ചെയ്യണം, അതിൻ്റെ അടുത്ത് ഒബ്സ്റ്റക്കിളൊന്നും ഇല്ലാതെ ഒരേ ഡയറക്ഷൻ ഉണ്ടാവണം. അതായത് അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത്. രണ്ടും തമ്മിൽ ഇടയ്ക്ക് ഒബ്സ്റ്റക്കിളൊന്നും ഇല്ലാതെ ഈ സാധനം ഇങ്ങനെ കാണണം. എന്നാലേ എന്ത് ചെയ്യുള്ളൂ, ഈ മൈക്രോവേവ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. സോ ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ സിഗ്നൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഹൈറ്റ് ഓഫ് ദ ആൻറ്റിന. അല്ലേ, ഹൈറ്റ് കൂടും അല്ലേ, നമ്മളിപ്പോൾ ഭൂമിൻ്റെ അല്ലെങ്കിൽ ഇവിടെ കുറച്ച് അകലത്തിൽ വെച്ചാൽ എന്ത് ചെയ്യും, അത് പോകുമ്പം ഇടയ്ക്ക് ഒബ്സ്റ്റക്കിൾ വെച്ചിട്ട് അല്ലേ, എന്തെങ്കിലും സാധനങ്ങൾ മലയോ അല്ലെങ്കിൽ മരങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒബ്സ്റ്റക്കിൾസ് ആണ്. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ സിഗ്നൽ എന്ത് ചെയ്യില്ല, പാസ് ചെയ്യില്ല. അപ്പം നമ്മൾ ഹൈറ്റ് കൂട്ടിയിട്ട് വലിയ ടവറിൻ്റെ മുകളിലാണ് സാധാരണ എന്ത് ചെയ്യുക, ഈ മൈക്രോവേവിനുള്ള ആൻറ്റിനാസ് ഫിറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ ഒബ്സ്റ്റക്കിൾസ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, നമുക്ക് കുറച്ചധികം ഏരിയ കവർ ചെയ്യാൻ പറ്റും, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. സോ ഫ്രീക്വൻസി റേഞ്ച് 1 GHz to 300 GHz, അത്രയും റേഞ്ച് കൂടുതലാണ്. റേഡിയോ വേവിനെക്കാട്ടിലും കൂടുതലാണ് എന്ത്, മറ്റേത് കിലോ ഹെഡ്സിലായിരുന്നു ഉണ്ടായത്, ഇത് ജിഗാ ഹെഡ്സിലുണ്ട്. സോ ഫ്രീക്വൻസി റേഞ്ച് കൂടുതലാണ് ഓഫ് കോഴ്സ് എന്തിന്, മൈക്രോവേവ്സിന്. ദീസ് ആർ മേജർലി യൂസ്ഡ് ഫോർ മൊബൈൽ ഫോൺ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെലിവിഷൻ ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ എയർടെല്ലിൻ്റെ ഒക്കെ അല്ലെങ്കിൽ വീഡിയോകോണിൻ്റെ ഒക്കെ ആൻറ്റിന കാണല്ലേ വീട്ടിലൊക്കെ, അതൊക്കെ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ നമ്മൾ തിരിച്ചു വെക്കുന്നുണ്ട്. അത് ആക്ച്വലി ഫ്രം സാറ്റലൈറ്റിൽ നിന്ന് വരുന്നുണ്ട്. എന്നാലും അതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്ത് കമ്മ്യൂണിക്കേഷനാണ്, മൈക്രോവേവ് കമ്മ്യൂണിക്കേഷനാണ്. സോ ദർ ആർ 2 types of microwave transmission: terrestrial microwave transmission and satellite microwave transmission. ടെറസ്ട്രിയൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, രണ്ട് ആൻറ്റിന ഭൂമിയിൽ തന്നെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന എന്താ പറയുക, ടെറസ്ട്രിയൽ മൈക്രോവേവ് ട്രാൻസ്മിഷൻ എന്ന് പറയാം. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഭൂമിൻ്റെ ഒരു എൻഡിൽ നിന്ന് നേരെ സാറ്റലൈറ്റിലേക്ക് വിടും, അത് നേരെ പോയി അപ്പുറത്തുള്ള ആൻറ്റിനിലേക്ക് തിരിച്ചു വരും അല്ലേ, അങ്ങനെ എന്താ പറയുക. ട്രൂ സാറ്റലൈറ്റ് ആണെങ്കിൽ അതിന് സാറ്റലൈറ്റ് മൈക്രോവേവ് ട്രാൻസ്മിഷൻ എന്ന് പറയും. സോ ഫസ്റ്റ് കാറ്റഗറി നോക്കാം നമുക്ക്, ടെറസ്ട്രിയൽ മൈക്രോവേവ് ട്രാൻസ്മിഷൻ. Terrestrial microwave transmission is a technology that transmits the focused beam of radio signals from one ground-based microwave transmission antenna to other. So, രണ്ട് വലിയ ആൻറ്റിന മൈക്രോവേവ് ആൻറ്റിനാസ് ഉണ്ടാവും, ഗ്രൗണ്ട് അതായത് ഭൂമിയിലുള്ളതായിരിക്കും. അത് തമ്മിൽ എന്ത് ചെയ്യും, ഒരു ലൈൻ ഓഫ് സൈറ്റിൽ വെക്കും നമ്മൾ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യും. അതിനാണ് ടെറസ്ട്രിയൽ മൈക്രോവേവ് ട്രാൻസ്മിഷൻ എന്ന് പറയുക. Microwaves are electromagnetic wave having the frequency in the range of 1 GHz to 1000 GHz. So high frequency range ആണ് the microwaves എന്ന് പറയുന്നത്. Microwave these are unidirectional as the sending and receiving antenna is to be aligned. That means the waves sent by the sending antenna are narrowly focused. അതായത് രണ്ട് ആൻറ്റിന വെച്ച് നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ അത് തമ്മിൽ എന്ത് ചെയ്യും, അലൈൻഡ് ആയിരിക്കണം, ഒരേ ഡയറക്ഷനിലൊക്കെ എന്ത് ചെയ്യണം, അലൈൻ ചെയ്ത് വെക്കണം. എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ സെൻഡ് ചെയ്യുന്ന ആൾക്ക് കറക്റ്റ് അത് റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ ആ റിസീവർ എൻഡിൽ. സോ നാരോലി ഫോക്കസ്ഡ് ആണ് അത്, അതിൻ്റെ ഡയറക്ഷൻ എന്താണ്, ഫോക്കസ്ഡ് ആണ്. നേരത്തെ പറഞ്ഞ റേഡിയോ വേവ് ആണ് എന്താണ്, ഒമ്നി ഡയറക്ഷനുള്ള എല്ലാ ഭാഗത്തേക്കും ഉണ്ട്. പക്ഷേ ഇതെന്താണ്, ഫോക്കസ്ഡ് സെൻഡിങ് ആണ്, ഫോക്കസ്ഡ് ട്രാൻസ്മിഷൻ ആണ് വേവിൻ്റെ. In this case, antennas are mounted on the towers to send beam to another antenna which is kilometers away. So രണ്ട് ആൻറ്റിന ഉണ്ടാവും, അത് ഒരുപാട് ദൂരത്തായിരിക്കും. അതെന്ത് ചെയ്യും, നമ്മൾ വലിയ ടവറിന് മുകളിൽ വെക്കും, എന്നാലും നമുക്ക് എന്ത് കിട്ടും, ലൈൻ ഓഫ് സൈറ്റ് കിട്ടുള്ളൂ, അതിൻ്റെ ഇടയ്ക്ക് ഒബ്സ്റ്റക്കിൾസ് ഒന്നും ഇല്ലാതെ. അങ്ങനെയാണ് നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇറ്റ് വർക്ക്സ് ഓൺ ദ ലൈൻ ഓഫ് സൈറ്റ് ട്രാൻസ്മിഷൻ, ദാറ്റ് ഈസ് ദ ആൻറ്റിന മൗണ്ടഡ് ഓൺ ദ ടവർ ആർ ഡയറക്റ്റ് സൈറ്റ് ഓഫ് ഈച്ച് അതർ. രണ്ടും തമ്മിലൊരു നേർരേഖ വരച്ചാൽ എന്തായിരിക്കണം, രണ്ടും ഒരേ സൈറ്റിലുണ്ടായിരിക്കണം. അതിൻ്റെ അടുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒബ്സ്റ്റക്കിൾസ് ഒന്നും ഇല്ലാതെ വരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വലിയ ടവറിന് മുകളിലാണ് സാധാരണ ഈ ടെറസ്ട്രിയൽ മൈക്രോവേവിൻ്റെ ആൻറ്റിനാസ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. സോ വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് മൈക്രോവേവ്സ്? ദിസ് ഫ്രീക്വൻസി ഈസ് ഹൈ ഫ്രീക്വൻസി 4 to 6 to GHz, 21 to 23 GHz ഉണ്ട്. ബാൻഡ്വിഡ്ത്ത് ഇറ്റ് സപ്പോസ് ടു ബാൻഡ്വിഡ്ത്ത് 1 to 10 MBPS വരെ ബാൻഡ്വിഡ്ത്ത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഷോർട്ട് ഡിസ്റ്റൻസ് ഇറ്റ് ഈസ് ഇൻഎക്സ്പെൻസീവ് ഫോർ ഷോർട്ട് ഡിസ്റ്റൻസ്. ചെറിയ ഡിസ്റ്റൻസിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് എക്സ്പെൻസ് കുറക്കാൻ പറ്റും. കാരണം ടവറിന് വലിയ ഹൈറ്റ് ഒന്നും വേണ്ട. ലൈൻ ഓഫ് സൈറ്റ് വരാൻ നമുക്ക് അതിന് ടവറിന് മുകളിൽ വെക്കണം എന്ന് പറഞ്ഞു, ഹൈറ്റ് വലിയ നിർബന്ധമില്ല. ലോങ് റേഞ്ച് ആണെങ്കിൽ ഇറ്റ് ഈസ് എക്സ്പെൻസീവ് ആസ് ഇറ്റ് റിക്വയർഡ് ഹയർ ടവർ ഫോർ ലോങ്ങർ റേഞ്ച്.
കുറച്ചധികം ദൂരത്തേക്കാണ് നമ്മൾ ഈ ടെറസ്ട്രിയൽ മൈക്രോവേവ് വെച്ച് ഡാറ്റ സെൻഡ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യണം, അത് ഡാറ്റ ലൈൻ ഓഫ് സൈറ്റിൽ വരണമെങ്കിൽ, ആൻറ്റിനാസ് തമ്മിൽ ലൈൻ ഓഫ് സൈറ്റ് വരണമെങ്കിൽ എന്ത് ചെയ്യണം, വലിയ ടവറിൻ്റെ മുകളിൽ സാധനം ആൻറ്റിന ഫിക്സ് ചെയ്യണം. സോ ഇറ്റ് ഈസ് ബിറ്റ് എക്സ്പെൻസീവ്. Then attenuation means loss of signal while traveling. It is affected by environmental condition and antenna size. അതായത് നമ്മൾ ത്രൂ എയറിലൂടെ അയക്കുമ്പോൾ എൻവയോൺമെൻറ്റ് കണ്ടീഷൻ എങ്ങനെയാണോ അതിനനുസരിച്ച് അറ്റന്വേഷൻ വേരി ചെയ്യും. ചിലപ്പം അത് അറ്റന്വേഷൻ കൂടുതലായിരിക്കും, കുറവായിരിക്കും, ഡിപ്പെൻഡ്സ് ഓൺ വെതർ കണ്ടീഷൻ. ദെൻ ടെറസ്ട്രിയൽ മൈക്രോവേവിൻ്റെ അഡ്വാൻറ്റേജസ്. മൈക്രോവേവ് ട്രാൻസ്മിഷൻ ഈസ് ചീപ്പർ ദാൻ യൂസിങ് കേബിൾസ്. കാരണം കേബിൾസ് നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം ഇവിടുന്ന് അവിടെ വരെയുള്ള കേബിൾ നമ്മൾ എന്ത് ചെയ്യണം, ലാൻഡൊക്കെ അക്വയർ ചെയ്തിട്ട് അവിടെ വെക്കണം അല്ലേ, കേബിൾസ് ഇടണം. അതിന് ഒരുപാട് എക്സ്പെൻസ് കൂടുതലാണ്. സോ ചീപ്പറാണ്. ഇറ്റ് ഈസ് ഫ്രീ ഫ്രം ലാൻഡ് അക്വിസിഷൻ ആൻഡ് ഇറ്റ് ഈസ് ഡസ് നോട്ട് റിക്വയർ എനി ലാൻഡ് ഫോർ ദി ഇൻസ്റ്റാളേഷൻ ഓഫ് ദ കേബിൾ. കേബിളൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് അതിന് ലാൻഡ് അക്വിസിഷൻ ഒന്നും വേണ്ട. സോ ചീപ്പറാണ്. Microwave transmission provide an easy communication in terrestrial, as the installation of cable in terrestrial is quite difficult task. Communication over ocean can be achieved by using microwave transmission. നമുക്കറിയാം ഒരു കടലിലൂടെ ഒരു കേബിൾ ഇടുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. അപ്പം അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടെറസ്ട്രിയൽ മൈക്രോവേവ് ട്രാൻസ്മിഷൻസ് ഉപയോഗിക്കാൻ പറ്റും. സോ ഡിസഡ്വാൻറ്റേജസ്. ഈവ്സ്ഡ്രോപ്പിംഗ് മീൻസ് ഒളിഞ്ഞു നോട്ടം അല്ലേ. And eavesdropping create insecure communication. Any malicious user can catch the signal in the air by using its own antenna. അപ്പം നമ്മൾ രണ്ട് ആൻറ്റിന വെച്ചിട്ട് അതിൻ്റെ അടുക്കാണ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് പറഞ്ഞു. അപ്പം ഇടയ്ക്ക് ആരെങ്കിലും അയാളുടെ ഒരു ആൻറ്റിന വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ സിഗ്നൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാച്ച് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഈസ് ലെസ് സെക്യൂർഡ്. സസ്പെക്റ്റബിൾ ടു വെതർ കണ്ടീഷൻ. നേരത്തെ പറഞ്ഞു ഇതിൻ്റെ അറ്റന്വേഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, വെതർ കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. സോ വെതർ മോശമായാലും അതിൻ്റെ അറ്റന്വേഷൻ കൂടും, ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് ഒക്കെ എന്ത് ചെയ്യും, കുറയും. ദെൻ ബാൻഡ്വിഡ്ത്ത് ലിമിറ്റഡ്. അലോക്കേഷൻ ഓഫ് ബാൻഡ്വിഡ്ത്ത് ഈസ് ലിമിറ്റഡ് ഇൻ ദിസ് കേസ് ഓഫ് മൈക്രോവേവ് ട്രാൻസ്മിഷൻ. ബാൻഡ്വിഡ്ത്ത് എന്താണ്, കുറവാണ് യൂസിങ് ടെറസ്ട്രിയൽ മൈക്രോവേവ് ട്രാൻസ്മിഷൻ. ദെൻ രണ്ടാമത്തെ ടൈപ്പ് മൈക്രോവേവ് ട്രാൻസ്മിഷൻ ആണ് സാറ്റലൈറ്റ് മൈക്രോവേവ് കമ്മ്യൂണിക്കേഷൻ. സോ സാറ്റലൈറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഡാറ്റ സെൻഡ് ചെയ്യുന്നത് ഭൂമിയിൽ നിന്ന് എ നിന്ന് ബിയിലേക്ക് സാധനം സെൻഡ് ചെയ്യണമെങ്കിൽ എ നിന്ന് നേരെ സാറ്റലൈറ്റിലേക്ക് പോകും. സാറ്റലൈറ്റിൽ അത് എന്ത് ചെയ്യും, ബൂസ്റ്റ് ചെയ്തിട്ട് ബി എന്നുള്ള സ്ഥലത്തേക്ക് റിസീവർ സെൻറ്ററിലേക്ക് പോകും. അപ്പോൾ നേരത്തെ നമ്മൾ ഉപയോഗിച്ച് എന്താണ്, എ നിന്ന് ബി നിന്ന് ഡയറക്റ്റായിട്ട് പോകുന്നതായിരുന്നു. ഇവിടെ എന്ത് ചെയ്യും, ആദ്യം സാറ്റലൈറ്റിലേക്ക് പോകും, ദെൻ സാറ്റലൈറ്റ് നേരെ ഡെസ്റ്റിനേഷനിലേക്ക് പോകും. അങ്ങനെയാണ് ഇവിടെ ഡാറ്റ പോകുന്നത്. So a satellite is a physical object that revolves around the earth at a known height. നമുക്കറിയാമല്ലേ സാറ്റലൈറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, ഭൂമിയുടെ ചുറ്റും ഇങ്ങനെ വലയം വെക്കുന്ന ഒരു ഒബ്ജക്റ്റാണ് at a particular height. Satellite communication is more reliable nowadays as it offers more flexible than cable and fiber optic system. കാരണം നമുക്ക് ഫൈബർ ഒപ്റ്റിക്സും മറ്റതൊക്കെ ആണെങ്കിൽ ഫ്ലെക്സിബിൾ അല്ല, നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല, കുറച്ച് ഡിഫിക്കൽട്ടാണ് അല്ലേ, വയറിംഗ് ഒക്കെ വല്ലയിടത്തും മാറ്റേണ്ടി വരും. പക്ഷേ സാറ്റലൈറ്റ് ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. മൊബൈൽ എക്സാമ്പിളാണ്, പെർഫെക്റ്റ് എക്സാമ്പിൾ. ലാൻഡ് ഫോൺ മൊബൈലും കമ്പയർ ചെയ്ത് നോക്കുക നിങ്ങൾ അല്ലേ, അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് അറിയാം. സോ ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ. വി ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് എനി പോയിന്റ് ഓൺ ദ ഗ്ലോബ് ബൈ യൂസിങ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ. എവിടുന്ന് എവിടേക്ക് വേണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ലൈൻ ഓഫ് സൈറ്റിൻ്റെ ഒന്നിൻ്റെയും കാര്യമില്ല, അല്ലെങ്കിൽ കേബിളിൻ്റെ ഒന്നും ആവശ്യമില്ല. ഡയറക്റ്റ് കേബിൾ നമ്മൾ എന്ത് ചെയ്യും, സാറ്റലൈറ്റിൽ കണ്ടന്റ് വിടും, അവിടുന്ന് അത് എവിടെയാണോ, ഭൂമിയിൽ എവിടെയാണോ ആ ഡെസ്റ്റിനേഷൻ ഉള്ളത് അവിടേക്ക് അത് പോകും. ഹൗ ഡസ് സാറ്റലൈറ്റ് വർക്ക്സ്? The satellite accepts the signal that is transmitted from the earth station and it amplifies the signal. So A നിന്ന് ബിയിലേക്ക് സാധനം സെൻഡ് ചെയ്യണം. എ ആദ്യം എന്ത് ചെയ്യും, സാറ്റലൈറ്റിലേക്ക് പോകും. സാറ്റലൈറ്റ് അതിന് എന്ത് ചെയ്യും, സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യും, ബൂസ്റ്റ് ചെയ്യും. ദ ആംപ്ലിഫൈഡ് സിഗ്നൽ ഈസ് റീട്രാൻസ്മിറ്റഡ് ടു അനദർ എർത്ത് സ്റ്റേഷൻ. സോ അത് സാറ്റലൈറ്റിന് അതെന്ത് ചെയ്യും, ബി എന്നുള്ള സ്ഥലത്തേക്ക് അത് റീട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കും. സോ അഡ്വാൻറ്റേജസ് ഓഫ് സാറ്റലൈറ്റ് മൈക്രോവേവ് കമ്മ്യൂണിക്കേഷൻ. The coverage area of satellite microwave is more than a terrestrial microwave. Terrestrial microwave-ൻ്റെ ലൈൻ ഓഫ് സൈറ്റ് വേണ്ടതുകൊണ്ട് തന്നെ അതിനെന്താണ്, ഏരിയ കുറവാണ്. പക്ഷേ സാറ്റലൈറ്റ് ആണെങ്കിൽ എൻ്റർ വേൾഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവും. സോ അതിൻ്റെ ഏരിയ എന്താണ്, വളരെ കൂടുതലാണ്. The transmission cost of the satellite is independent of the distance from the center of the coverage area. നേരത്തെ നമ്മൾ ടെറസ്ട്രിയൽ മൈക്രോവേവ് പറഞ്ഞപ്പം ഷോർട്ടർ ആണെങ്കിലും ലോങ്ങർ ആണെങ്കിലും കോസ്റ്റ്ലി വ്യത്യാസമുണ്ട്. കാരണം അതിൻ്റെ സ്റ്റാൻഡിലെ ഈ ആൻറ്റിന വെക്കാനുള്ള സ്റ്റാൻഡിൻ്റെ ഹൈറ്റ് കൂട്ടണം ലോങ്ങർ ആണെങ്കിൽ, ഷോർട്ടർ ആണെങ്കിൽ അത്ര ഹൈറ്റ് വേണ്ട.
പക്ഷേ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് വേണ്ട, കോസ്റ്റ് ഫിക്സഡ് ആണ്. ലോങ്ങർ ആണെങ്കിലും ഷോർട്ടർ ആണെങ്കിലും അതിന് കോസ്റ്റിൽ വലിയ മാറ്റമൊന്നുമില്ല. കാരണം നേരെ സാറ്റലൈറ്റിലേക്ക് പോകും, സാറ്റലൈറ്റിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക്. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഈസ് യൂസ്ഡ് ഇൻ മൊബൈൽ ആൻഡ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ ആപ്ലിക്കേഷൻ, നമുക്കറിയാവുന്നതാണ്. ഇറ്റ് ഈസ് ഈസി ടു ഇൻസ്റ്റാൾ. It is used in a wide variety of applications such as weather forecasting, radio, TV signal broadcasting, mobile communication. ഇതിനെല്ലാം ഒരുപാട് applications ഉണ്ട്. So what are the disadvantages of satellite microwave communication? Satellites are designed and development required more time and higher cost. നമുക്കറിയാം ഒരു സാറ്റലൈറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. അത് ഉണ്ടാക്കിയെടുത്ത് അതിനൊരുപാട് പ്രോസസ്സ് ഉണ്ട്, ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇറ്റ് ഇസ് എ ലോങ് പ്രോസസ് ആൻഡ് ഇറ്റ് ഈസ് ഹൈ കോസ്റ്റ്ലി. ദ സാറ്റലൈറ്റ്സ് നീഡ് ടു ബി മോണിറ്റർഡ് ആൻഡ് കൺട്രോൾഡ് ഓൺ റെഗുലർ പീരീഡ് സോ ദാറ്റ് ഇറ്റ് റിമൈൻസ് ഓൺ ഓർബിറ്റ്. സാറ്റലൈറ്റ് നമ്മൾ വെറുതെ ലോഞ്ച് ചെയ്തിട്ട് അത് അതിൻ്റെ ഓർബിറ്റിൽ എത്തിയാൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ റെഗുലറായിട്ട് മോണിറ്റർ ചെയ്യണം. അതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അല്ലെങ്കിൽ ഓർബിറ്റിൽ തന്നെ തുടരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ മെയിൻറ്റെയിൻ ചെയ്യണം, അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് കൺട്രോൾ ചെയ്യണം ആ ഒരു പെർട്ടിക്കുലർ സാറ്റലൈറ്റിനെ. The life of the satellite is about 12 to 15 years നോർമലി ആണ്, കൂടെയും കുറേയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ദീസ് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ദി സാറ്റലൈറ്റ് മൈക്രോവേവ് കമ്മ്യൂണിക്കേഷൻ. ദെൻ ലാസ്റ്റ് അൺഗൈഡഡ് മീഡിയ ആണ് എന്ത്, ഇൻഫ്രാറെഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഷോർട്ടർ ലെങ്ത്തിൽ അല്ലെങ്കിൽ ഷോർട്ടർ ഡിസ്റ്റൻസിൽ നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ബെസ്റ്റ് എക്സാമ്പിൾ, ബെസ്റ്റ് മെത്തേഡാണ് എന്ത്, ഇൻഫ്രാറെഡ് ഉപയോഗിക്കുക എന്നുള്ളത്. An infrared transmission is a wireless technology used for communication over short range. അടുത്ത് ഉള്ള സാധനങ്ങൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. The frequency range from 300 GHz to 400 THz. It is used for short range communication such as data transfer between two cell phones, TV remote operations, data transfer between a computer and cell phone reside in a same closed area. ടി വിൻ്റെ റിമോട്ടൊക്കെ വർക്ക് ചെയ്യുന്നത് ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് വെച്ചിട്ടാണ്, ഇൻഫ്രാറെഡ് വെച്ചിട്ടാണ്. കണ്ടിട്ടുണ്ടാവില്ലേ നിങ്ങൾ? ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഫ്രാറെഡ്. ഇറ്റ് ഈസ് സപ്പോർട്ട് ഹൈ ബാൻഡ് വിഡ്ത്ത് ആൻഡ് ഹെൻസ് ഡാറ്റ റേറ്റ് വിൽ ബി വെരി ഹൈ. സോ ബാൻഡ് വിഡ്ത്ത് കൂടുന്നതുകൊണ്ട് തന്നെ ഡാറ്റ റേറ്റ് എന്തുണ്ട്, വെരി ഹൈ ആണ്, കൂടുതലാണ്. ഇൻഫ്രാറെഡ് വേവ് കനോട്ട് പെനിട്രേറ്റ് ദ വാൾസ്, therefore the infrared communication in one room cannot be interrupted by nearby room. ഒരു റൂമിൻ്റെ അകത്ത്, സോ വാളിൻ്റെ ഒരു ചുമരൊക്കെ ഉണ്ടെങ്കിൽ അതെന്തില്ല, പെനിട്രേറ്റ് ചെയ്ത് അപ്പുറത്തേക്ക് പോകില്ല. അപ്പോൾ ഒരു റൂമിൻ്റെ അകത്തുള്ള ഇൻഫ്രാറെഡ് കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യില്ല, അടുത്ത റൂമിൽ ഇൻഫ്രാറെഡ് കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും എഫക്റ്റ് ചെയ്യുന്നില്ല. An infrared communication provide better security with minimum interference. Infrared communication is unreliable outside the building because the sun rays will interfere with the infrared waves. ഇപ്പം സൺലൈറ്റ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ഈ ഇൻഫ്രാറെഡ് കമ്മ്യൂണിക്കേഷൻ അതിന് ദോഷകരമായി ബാധിക്കും. കാരണം സൺലൈറ്റിലും ഇൻഫ്രാറെഡ് വേവ്സ് ഉണ്ട്. സോ ദർ ഷുഡ് ബി സം കോയിൻസിഡൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഔട്ട്സൈഡ് ദ ബിൽഡിംഗ്. അപ്പം ഇത്രയാണ് ഈ കമ്മ്യൂണിക്കേഷൻ മീഡിയത്തിനെ പറ്റി പറയാനുള്ളത്. അപ്പം നല്ലോണം നോക്കുക. എക്സാമിന് എസ്സേ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളൊരു ഭാഗമാണ്. സോ ആദ്യം അൺഗൈഡഡ് മീഡിയം, ഗൈഡഡ് മീഡിയം രണ്ട് കാറ്റഗറികളിൽ നോക്കുക. ഗൈഡഡ് ആണെങ്കിൽ വയർഡ് ആണ്, മറ്റത് വയർലെസ് ആണ്. ഗൈഡിൽ 3 കാറ്റഗറി, ട്വിസ്റ്റഡ് പെയർ, കോയാക്സിയൽ കേബിൾ, അതേപോലെ OFC. അതിൻ്റെ സബ് കാറ്റഗറീസ് നോക്കുക, പ്രോപ്പർട്ടീസ് നോക്കുക. ദെൻ അൺഗൈഡഡ് വന്നാൽ അതിൽ 3 എണ്ണം, മൈക്രോവേവ്, റേഡിയോ വേവ്, ഇൻഫ്രാറെഡ്. അപ്പം ഇത്രയാണ് ഈ ഒരു മൊഡ്യൂൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതോടുകൂടി ഈ മൊഡ്യൂൾ ഇവിടെ തീർന്നു. അപ്പം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് നോക്കാം. കാരണം എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു എസ്സേ, ഷോർട്ട് എസ്സേ അങ്ങനത്തെ എല്ലാം വരാൻ ചാൻസ് ഉള്ളൊരു ഭാഗമാണ് ഈ ഒരു ഭാഗം. അപ്പം തൽക്കാലം നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.